അതാണ് ഭൂട്ടാൻ്റെ എക്സിറ്റ്. ഞാൻ പോവാണ്, അങ്ങനെ ഭൂട്ടാൻ വിടുവാണ് ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല അങ്ങനെ കാണാൻ, അതുകൊണ്ട് പിന്നെ വെറുതെ നിന്ന് നമ്മൾ ടൈമും കളയണ്ടല്ലോ. നമ്മൾ തിരിച്ചിറങ്ങുവാണ്. ഇപ്പോൾ ക്യൂ നിൽക്കുക, ഇമിഗ്രേഷൻ ഉണ്ട് ഇറങ്ങാൻ നേരത്തും. നമ്മളിതാ റിട്ടേൺ പോവാ. ഞാൻ തിരിച്ച് ഇറങ്ങാൻ നേരത്ത് ഞാൻ ചോദിച്ചു പാസ്പോർട്ടിൽ മറ്റേ ഇവിടെ സ്റ്റാമ്പ് കിട്ടൂലേ, അത് കിട്ടുമെന്ന് അവർ തന്നില്ല. തിരിച്ചിറങ്ങുക ഇതിൽ ഗൈസ്. നമ്മൾ ചേച്ചി ഇന്ത്യ കയറി. ഇവിടുത്തെ അവസ്ഥ കാണിച്ചതാട്ടോ ഞാൻ. നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? അപ്പുറത്തും ഇപ്പുറത്തും തമ്മിലൊരു അവസ്ഥ. ഭൂട്ടാൻ ഇന്ത്യ ഫുള്ളും ചെളി, മണ്ണ്, ബ്ലോക്ക്, ട്രാഫിക് ഫുള്ള് ഇതാ. അങ്ങനെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ അതേപോലെ വൃത്തിയും കാര്യങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ലേ റോഡ് തന്നെ നോക്ക് നിങ്ങൾ അവസ്ഥ. ഇതാണ് ഗൈസ് വ്യത്യാസം നമ്മളും അവരും തമ്മിൽ. അതാണ് അവർ ടൂറിസത്തിന് അധികം പ്രൊമോട്ട് ചെയ്യാത്ത എനിക്ക് തോന്നുന്നത്. ഈ ഒരു വൃത്തി, അവിടുത്തെ ആ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഗൈസ് ഭൂട്ടാനിൽ വരുന്ന ആർമിക്കാരൊന്നും ഇല്ല, അവിടുത്തെ പോലീസാണ് അവിടുത്തെ ഇത്. നമ്മുടെ നാട്ടിലാണ് ഇപ്പം നമ്മുടെ ബോർഡറിലൊക്കെ നോക്കുന്നത് ഫുൾ മിലിറ്ററീസാണ്, അവിടെ പോലീസും. ഒന്ന് ആലോചിച്ചാൽ ഇന്ത്യ ഒന്ന് വിചാരിച്ചാൽ ഭൂട്ടാനൊക്കെ അവരുടെ കീഴാകാനുള്ളൂ. അത്രയും ചെറുതുമാണ്, പവർഫുള്ളും അല്ലല്ലോ.